ശബരിമല യുവതീ പ്രവേശന വിവാദങ്ങൾക്കും അനുബന്ധ സംഭവങ്ങൾക്കും ശേഷം സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായി സംഘടിപ്പിക്കപ്പെട്ട ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ നടന്ന വൻ സാമ്പത്തിക ക്രമക്കേടുകളുടെയും ധൂർത്തിന്റെയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ നടന്നത് കോടികളുടെ അഴിമതിയാണെന്ന ആരോപണം ശക്തമാകുന്നു. 10 കോടിയിലധികം രൂപ ചെലവ് കണക്കാക്കിയ ഈ ബൃഹത് പരിപാടിയിൽ ഭക്തരുടെ പണവും സർക്കാർ ഫണ്ടും എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നതിന്റെ കൃത്യമായ രേഖകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം മുഖ്യമന്ത്രിയുടെ താമസം, VIP സൽക്കാരം എന്നിവയ്ക്കായി ചിലവഴിച്ച അമിത തുകയെ സംബന്ധിച്ചാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പമ്പ ഗസ്റ്റ് ഹൗസിലെ താമസത്തിനായി മാത്രം 2 ലക്ഷം രൂപയാണ് ചെലവായതെന്ന് ഓഡിറ്റിംഗ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഗസ്റ്റ് ഹൗസിന്റെ ഇടനാഴിയിൽ വെറും ചുവപ്പ് പരവതാനി വിരിച്ച വകയിൽ മാത്രം 15,930 രൂപയാണ് എഴുതിയിരിക്കുന്നത്. കൂടാതെ വേദിയിൽ VIP-കൾക്ക് നൽകിയ ഭക്ഷണത്തിനായി 30,000 രൂപയും പ്രത്യേകമായി വകയിരുത്തിയിട്ടുണ്ട്. ഇതിലും കൗതുകകരമായ വസ്തുത ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ ഫർണിച്ചറുകളെ കുറിച്ചുള്ളതാണ്. ഗസ്റ്റ് ഹൗസിലേക്ക് കട്ടിലും മെത്തയും വാങ്ങിയ ഇനത്തിൽ 1,11,365 രൂപയും കോർണർ സോഫ വാങ്ങിയത് 65,000 രൂപയുമാണ് ചെലവാക്കിയത്. പരിപാടിക്ക് ശേഷം ഈ സാമഗ്രികളെല്ലാം ദേവസ്വം ബോർഡിന്റെ സ്വത്തായി മാറ്റിയെന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും ഇവ നിലവിൽ എവിടെയാണെന്നോ ആരുടെ കൈവശമാണെന്നോ ഉള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. ദേവസ്വം രേഖകളിൽ ഇവ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ഓഡിറ്റിംഗ് വിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ഗതാഗത സൗകര്യങ്ങൾക്കായി നടത്തിയ ചെലവുകളും ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ടാക്സി സംവിധാനത്തിനായി മാത്രം 10.57 ലക്ഷം രൂപയാണ് ചെലവായതായി കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ധനത്തിന് മാത്രമായി 7.44 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പമ്പ പോലുള്ള ഒരു പരിമിത മേഖലയിൽ നടന്ന പരിപാടിയിൽ ഇത്രയും വലിയ തുക ഇന്ധനത്തിനായി എങ്ങനെ ചിലവായി എന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. വാഹനങ്ങൾ ഓടിയ കിലോമീറ്റർ കണക്കുകളിലോ റൂട്ടുകളിലോ കൃത്യതയില്ലെന്നും അഴിമതിയുടെ ആഴം വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ കലാപരിപാടികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നടക്കാത്ത പരിപാടികളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തു എന്നതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന വേദിയിൽ നന്ദഗോവിന്ദം ഭജൻസ് എന്ന സംഘം ഭജന നടത്തിയെന്നും അവർക്ക് പ്രതിഫലമായി 8 ലക്ഷം രൂപ നൽകിയെന്നുമാണ് ബില്ലുകളിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ വസ്തുത പരിശോധിക്കുമ്പോൾ അന്ന് നന്ദഗോവിന്ദം ഭജൻസ് പമ്പയിലോ ശബരിമലയിലോ ഒരു പരിപാടിയും അവതരിപ്പിച്ചിട്ടില്ലെന്നത് വ്യക്തമാകുന്നു. പകരം അന്ന് നടന്നത് ഗായകൻ ഇഷാൻ ദേവും സംഘവും അവതരിപ്പിച്ച ഭക്തിഗാന സദസ്സായിരുന്നു. ഇഷാൻ ദേവിനും സംഘത്തിനും അടക്കം പരിപാടിയിൽ പങ്കെടുത്ത കലാകാരന്മാർക്കായി ആകെ വകയിരുത്തിയത് 2 ലക്ഷം രൂപ മാത്രമാണ്. ഈ ഗായക സംഘത്തിന് പണം നൽകിയതിന്റെ ഒറിജിനൽ ബില്ലുകൾ ഓഡിറ്റിനായി സമർപ്പിച്ചിട്ടുമില്ല. അപ്പോൾ 8 ലക്ഷം രൂപ കൈപ്പറ്റിയ നന്ദഗോവിന്ദം ഭജൻസ് ആരുടേതാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുകയാണ്. ഇതിനോടൊപ്പം തന്നെ പ്രമുഖ ഗായകരായ വിജയ് യേശുദാസ്, വീരമണി എന്നിവർ അവതരിപ്പിച്ച ഗാനമേളകളുടെ കണക്കുകളിലും വൻ അപാകതകളുണ്ട്. അയ്യപ്പ സംഗമത്തിന്റെ അന്ന് വൈകുന്നേരം ഇവർ രണ്ടുപേരും പ്രശസ്തമായ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ആലപിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് എത്ര രൂപ പ്രതിഫലം നൽകി എന്നതിനെ കുറിച്ചോ ആ പണം ഏത് ഫണ്ടിൽ നിന്ന് എടുത്തു എന്നതിനെ കുറിച്ചോ ഓഡിറ്റ് റിപ്പോർട്ടിൽ സൂചനകളില്ല. ഒരു വശത്ത് നടക്കാത്ത പരിപാടിയുടെ പേരിൽ 8 ലക്ഷം രൂപ തട്ടിയെടുക്കുമ്പോൾ മറുവശത്ത് നടന്ന പരിപാടിയുടെ കൃത്യമായ കണക്കുകൾ ഒളിപ്പിച്ചു വെക്കുന്നത് ആസൂത്രിതമായ സാമ്പത്തിക ക്രമക്കേടാണെന്നത് വ്യക്തമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ആകെ ബജറ്റ് പരിശോധിക്കുമ്പോൾ അഴിമതിയുടെ വ്യാപ്തി വ്യക്തമാകും. 10 കോടിയിലധികം രൂപ ആകെ ചെലവ് കണക്കാക്കിയ ഈ പരിപാടിയിൽ ഇതുവരെ 6.64 ലക്ഷം രൂപയാണ് വിവിധ ഏജൻസികൾക്കും വ്യക്തികൾക്കുമായി നൽകിയിട്ടുള്ളത്. ഇനിയും 4.35 ലക്ഷം രൂപയോളം കുടിശ്ശികയായി നിൽക്കുന്നു. ഇങ്ങനെ കൊടുത്തു തീർക്കാനുള്ള തുകയിലും പല വ്യാജ ബില്ലുകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ഓഡിറ്റ് വിഭാഗം. ഭക്തരുടെ വികാരങ്ങളെ മുൻനിർത്തി നടത്തിയ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ ആഡംബരത്തിനും രാഷ്ട്രീയ പ്രചാരണത്തിനുമായി ഇത്രയും വലിയ തുക ധൂർത്തടിച്ചത് വിശ്വാസ സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. വികസനത്തിന്റെ പേരിൽ പണം ചെലവാക്കുന്ന സർക്കാർ ആത്മീയമായ ഒരു ചടങ്ങിന്റെ മറവിൽ ഇത്രയും വലിയ സാമ്പത്തിക കൊള്ളയ്ക്ക് കൂട്ടുനിന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്നും പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ ഓഡിറ്റിംഗ് റിപ്പോർട്ടിലെ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരുന്നതോടെ സർക്കാർ വലിയ പ്രതിരോധത്തിലാകുമെന്നത് ഉറപ്പാണ്. പമ്പയിലെ ഗസ്റ്റ് ഹൗസ് നവീകരണവും വ്യാജഭജന സംഘത്തിന്റെ പേരിൽ നടന്ന പണം തട്ടലും ഒരു ഉന്നതതല അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് വിശ്വാസികൾ.